ഇത് ഡബിൾ സീറ്റർ കയാക്കാണ്. ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റിയെ പോലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്ത് നമ്മൾ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആയിരിക്കും. വേമ്പനാട്ട് കായലിൻ്റെ തന്നെ ഒരു സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് കയാക്കിങ്ങിന് കൂടുതലും കായലിലോട്ട് പോകുന്നതിലും ഭംഗി ചെറിയ ചെറിയ കനാലുകൾ പോകുമ്പോഴായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും മോർണിംഗിൽ കനാലുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ ഏർലി മോർണിംഗ് ഒരു 6 തൊട്ടിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സൺറൈസും കാണാം. ഇതിന് നമ്മൾ സ്റ്റാൻഡപ്പ് പാഡിൽ എന്ന് പറയും. സ്റ്റാൻഡപ്പ് പാഡിൽ എന്ന് പറയാം. എണീറ്റ് വന്നിട്ട് തുഴയുന്നത് സ്റ്റാൻഡപ്പ് പാഡിൽ എന്ന് പറയും, SUP എന്ന്. ഇത് മെയിനായിട്ട് നമ്മൾ കൊടുത്തു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡുകൾക്ക് കൊടുത്തു വിടും. ഇപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊരു കയാക്കിൽ ഗസ്റ്റ് പോകുന്ന നേരത്ത് നമ്മൾ അവരെ ഗൈഡായിട്ടുള്ള ഒരാളെ ഇതിൽ കൂടെ വിടും. നമുക്ക് 1.5 മണിക്കൂറാണ് ഈ റൈഡ്. അപ്പം റൈഡ് എന്ന് വെച്ചാൽ ഭയങ്കര വർത്താണ്. 500 രൂപയ്ക്ക് ഗംഭീര. അതിലേട്ടാ പകർത്തു. അകേട്ടൻ പറഞ്ഞ പോലെ എന്തോ ഒരു സസ്പെൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി വന്നു. അപ്പം ഞാൻ റെഡിയാണ്. അപ്പം നമുക്കങ്ങ് വിട്ടേക്കാം അല്ലേ? വാ. അപ്പം ബമ്പറയിൽ തുടങ്ങിയാണ്. ലേശം ടെൻഷനുണ്ട് കാര്യം. കാരണം എന്തെയോ ഇവർ സത്യം തുറന്നു പറയുന്നില്ല. എന്തോ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് മാത്രമേ അഖില് പറയുന്നുള്ളൂ. നമ്മളെ സ്പീഡ് ബോട്ടുമായി തന്നെ നമ്മൾ ഈ പേടിച്ച് പറിച്ചൊന്നും കാര്യമാക്കണ്ട. അടിപൊളി ഒന്നും കണ്ടില്ല. കരച്ചിലായിരുന്നു. ഞാൻ കരഞ്ഞേക്കാളും കൂടുതൽ കറങ്ങിയ ആളാണ്. അടുത്ത അഡ്വഞ്ചർ ബനാന.
അപ്പോൾ സംഗതി എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ പിടിക്കരുത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ. പക്ഷെ ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി. വീട്ടിലൊക്കെ വെള്ളത്തിൽ കിടന്ന് ഞാൻ രക്ഷപ്പെട്ട് സംഗതി പൊളിക്കണം അവര്. അപ്പൊ ഞാനും അങ്ങോട്ട് കൂടെ ചാടാൻ വെച്ചു. അപ്പൊ പോട്ടെ. കോട്ടയത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 16 കിലോമീറ്റർ അത്രയല്ല ആഗ്രഹട്ടാ. ഒരു 16 കിലോമീറ്റർ ഓടിയാൽ അവിടെ എത്താം. സംഗതി മൊത്തം വൈബാണ്, രക്ഷ ഉണ്ടാവില്ല. സ്ഥലപ്പേര് ചീപ്പുങ്കൽ. അപ്പോൾ ചീപ്പുങ്കൽ വരിക. പിന്നെ കുമരകം അഡ്വഞ്ചർ ക്ലബ്ബ് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാം. സംഗതി മൊത്തം കളർഫുള്ളാണ്, മൊത്തം വൈബാണ് മക്കളെ.